ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നോക്യൂരിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഫോട്ടോഷോപ്പിൽ ഒരു ചെറിയൊരു ഡൗട്ടാണ് എല്ലാവർക്കും, എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു പ്രീസെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്ത ഒരു സെറ്റിങ്സ് എങ്ങനെ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഫിൽറ്ററിൽ പോയിട്ട് നമ്മൾ ക്യാമറ റോ ഫിൽറ്ററിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും റോയ്ക്ക് വേണ്ടി. അതേപോലെ നമ്മൾ പോയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലേക്കുള്ള ഓളം കൂടെ ഓപ്ഷൻ ഉണ്ടായി ആയിരുന്ന ടെക് പ്ലസ് വീഡിയോ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ലെയർ കോപ്പി ചെയ്തതിന് ശേഷം ലെയറിൽ ഞാൻ പോയതിനു ശേഷം സെലക്ട് ചെയ്തതിനു ശേഷം ഫിൽറ്ററിൽ പോയിട്ട് ക്യാമറ റോ ഫിൽറ്റർ സെലക്ട് ചെയ്യുകയാണ്. സോ ഇവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുത്തേണ്ടത്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരുത്തുക. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കളർ ഗ്രേഡോ എന്തോ ആണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് നിങ്ങളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റിങ്സ് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പ്രീസെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് എപ്പോഴും. സോ നമ്മൾ എപ്പോഴായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, അതിനാണ് നമ്മൾ പ്രീസെറ്റായിട്ട് ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു സെറ്റിങ്സ് ഇത്രയും ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത്രയും ചെറിയൊരു മാറ്റമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ മാറ്റമുണ്ട്, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, വലിയൊരു മാറ്റമുണ്ട്. പക്ഷേ ഇത് എങ്ങനെ സേവ് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റുമല്ലേ? ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സേവ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് പീസസ് ഉണ്ട്, അതല്ല സേവ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, സേവ് സെറ്റിങ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ക്രോപ്പും വേണം, മാസ്കും വേണം, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഡിഫോൾട്ട് മതി. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് അത് കേൾക്കും. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇപ്പം ന്യൂ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാണ്. സോ ന്യൂ ഡോട്ട് XMP മാത്രമേ നമുക്കിതിൽ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഞാനിപ്പോൾ ഈ ലെയർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്, വീണ്ടും ഒന്ന് കോപ്പി ചെയ്യാണ്. വീണ്ടും ക്യാമറ റോ ഫിൽറ്ററിലേക്ക് പോവാം. സോ അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ നമ്മൾ പുതിയ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യും? വീണ്ടും നമ്മൾ ആ 3 ഡോട്ട്സിൽ തന്നെ പോയിട്ട് നമുക്ക് അവിടെ ലോഡ് സെറ്റിങ്സ് കാണാൻ പറ്റും അല്ലേ? ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ന്യൂ എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ കാണാൻ പറ്റും new.xmp. ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ സെറ്റിങ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇത്രയും വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല്. അപ്പോൾ എൻ്റെ വെബ്സൈറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക. 2 വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഫോട്ടോഗ്രാഫിയെ പറ്റി പഠിക്കണമെങ്കിൽ learn-photography.in അതേപോലെ jessinsphotography.com. സോ നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത ബെല്ലേക്ക് ഓൾ നിങ്ങളുടെ ഓപ്ഷൻ വിട്ടിട്ട് ഞാനിരുന്ന ടെക് ബസ് എവിടേക്കാണ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.